ഇത്തവണ ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഞാൻ ഈ ഒരു സ്പോട്ടിൽ പോകണമെന്ന് വിചാരിച്ചാണ് വന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിഎ വിഷ്ണു വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ ആ സ്പോട്ടിലേക്ക് വന്നിരിക്കുക. നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. എനിക്കറിയില്ല ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനിത് പണ്ട് വന്നപ്പോൾ ഇത് പെട്ടെന്ന് കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. കാരണം ഒരു തവണ ഇതിനു മുൻപ് വന്നപ്പോഴും എനിക്കിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു തവണ മാത്രമേ ഞാനിത് കണ്ടത്. സോ ഇത്തവണ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എത്ര കണ്ടാലും മതിയാവാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. ഒരു ആൽത്തറയും കുളവും ഒക്കെ തരുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതൊന്നും എവിടെ പോയാലും കിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് പീസ്ഫുള്ളാണ് എനിക്ക് അവിടെ പോയപ്പോൾ കിട്ടിയത്. കാരണം ആ നീലാഘോഷവും ഒക്കെ കണ്ടുകൊണ്ട് ഞാനങ്ങ് നിന്നുപോയി ഗൈസ്. ആ ഒരു പാടമൊക്കെയാണ് എന്നെ അങ്ങ് അടുപ്പിച്ചത്. വയൽ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിന് നടുക്കിലൂടെയുള്ള ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു പാലം നല്ല രസമാണ് കാണാൻ. അതിലൂടെ നടക്കാനൊക്കെ എന്ത് രസമാണെന്നറിയോ. അവിടെ നിന്ന് ഇങ്ങനെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോസ് അടുത്ത് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, മറക്കാതെ. അപ്പോൾ ഈ സ്പോട്ടുള്ളത് മലപ്പുറം ജില്ല അങ്ങാടിപ്പുറത്താണ്. സോ ഈ ബ്രിഡ്ജിലൂടെ നടക്കാനും നല്ല രസമാണ് ഗൈസ്, അവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഈ കുളം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു തോട് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഒഴുകിപ്പോവും വെള്ളം ഉള്ള സമയത്ത്. ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെല്ലാം മറന്നങ്ങനെ ആസ്വദിച്ച് പോകും നമ്മൾ. ഞാനധികം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോവുക ചെയ്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഒരിക്കലും മറക്കാനാവില്ല ഇവിടെ വന്നാലും. 2 തവണ വന്നപ്പോഴും എനിക്ക് ഒട്ടും മതിയായില്ല. ഞാൻ 2 വർഷത്തിന് ശേഷം വരുന്നതുകൊണ്ട് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. അവിടെ നിന്ന് തിരിച്ചു വരാനൊക്കെ വിഷമമായിരുന്നു. ഒരു പാടവും ഈ ഒരു ബ്രിഡ്ജിലൂടെ വന്ന് നടന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ എന്ത് രസമാണെന്നറിയോ. അതുമാത്രമല്ല ആ ദേവീനെ പ്രാർത്ഥിച്ച് അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നല്ലൊരു മനസ്സിന് സുഖം കിട്ടും ഗൈസ്. അത്രയ്ക്ക് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്പോട്ട് വേറെ കാണില്ല. സത്യത്തിൽ ഈ അമ്പലത്തിൽ ഒരു പൂജയായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയും തൊഴുകയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വന്നിട്ടുണ്ടാവും ചിലരൊക്കെ അവിടെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അറിയില്ല എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഇതുപോലൊരു ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ചാനൽ എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സീ യു ഗൈസ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.